അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഈ കോഗ്നിസൻസ് എന്ന മഹാവേദി നിങ്ങളോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമഗ്ര മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞത് റഹ്മത്തുൽ ആലമീൻ, സർവ്വലോകത്തിനുമുള്ള കരുണ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങിയതല്ല, മറിച്ച് മൃഗങ്ങളിലും പക്ഷികളിലും പ്രകൃതിയിലും അത് വ്യാപിച്ചു നിന്നിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങൾക്കും പറക്കുന്ന പക്ഷികൾക്കും എഴുതുന്ന ജന്തുക്കൾക്കും കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു അന്ത്യപ്രവാചകൻ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, വർഗവർണ്ണ ജാതി വ്യത്യസ്തമാക്കി കൽപ്പിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിയേക്കാൾ അറബിക്കോ അവിടെ സ്ഥാനം നൽകിയിരുന്നില്ല. സ്വാധീനവും സമ്പത്തും കിരീടവും ഭരണാധിപത്യവും സ്വർണവും മുത്തും മാണിക്യവുമെല്ലാം തൻ്റെ കാലിനടിയിലിരിക്കവേ ചൂടാത്ത മൺകൊണ്ട് പടുത്തുയർത്തിയ മൺചുവരിൻ്റെ വീട്ടിൽ ഈന്തപ്പന വാലുകൾ കൊണ്ടുള്ള കുരക്ക് കീഴിൽ ജീവിതത്തെ കീഴ്പ്പെടുത്തി രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിയായ പ്രവാചകൻ ഹൃദയശുദ്ധി കൊണ്ട് റഹ്മത്തുൽ ആലമീനായി ജീവിക്കുകയായിരുന്നു. ഉണർത്തുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചരിത്രങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ പീഡനങ്ങൾക്കിടയിൽ ജനങ്ങളെ സത്യത്തിലേക്ക് വിളിക്കാനായി ത്വായിഫ് നഗരത്തിലേക്ക് പോയി. എന്നാൽ അവിടുത്തെ ജനങ്ങളും നേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചു, കല്ലെടുത്തെറിഞ്ഞു, ശരീരം മുഴുവൻ രക്തസാക്ഷിയാക്കി. അന്നേരം മലായിക്കത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എങ്കിൽ ഈ ജനതയെ ഞാൻ 2 മലകൾ കൊണ്ട് ഇടിച്ചു മാറ്റട്ടെ? അന്നേരം കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത്, അരുത്, അങ്ങനെ ചെയ്യരുത്. ഇവർ അറിയാത്തവരാണ്. ഇവരുടെ സന്തതിയിൽ നിന്ന് അല്ലാഹു തആലയെ ആരാധിക്കുന്നവരുണ്ടാകട്ടെ. അതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം. ശത്രുക്കൾക്ക് പോലും ക്ഷമയും കാരുണ്യവും. മനുഷ്യരോട് കരുണ കാണിക്കാത്തവന് അല്ലാഹു തആലയുടെ കരുണ ലഭിക്കുകയില്ല. ഉദ്ധരിക്കുന്നത് ബുഖാരി, മുസ്ലിം. മാത്രമല്ല, വർഷങ്ങളോളം മക്കയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡിപ്പിച്ചവർ, വീടുകളിൽ നിന്ന് പുറന്തള്ളിയവർ, ശത്രുക്കൾ എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കീഴടങ്ങി. സാധാരണ രാജാക്കന്മാർ അവിടുന്ന് പ്രതികാരം ചെയ്യും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയോട് അവിടുന്ന് പറഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് നേരെയായിട്ട് യാതൊരു പ്രതികാരവും ഇല്ല. നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. അതാണ് മനുഷ്യ ചരിത്രത്തിലെ കാരുണ്യത്തിൻ്റെ മഹത്തായ സാക്ഷ്യം. നോക്കൂ സുഹൃത്തുക്കളെ, ത്വായിഫിൽ ക്ഷമയും മക്ക വിജയത്തിൽ ദയവും. ഇതാണ് അന്ത്യപ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഉന്നത മാതൃക. നമ്മുടെ കുടുംബത്തിലും സഹോദരങ്ങളോടും സമൂഹങ്ങളോടും കൂട്ടുകാരോടും അയൽവാസികളോടുമെല്ലാം കരുണ കാണിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിൽ നിന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ളവരാകൂ. വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും.